ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തന്നെ കാണാൻ ഓടിയെത്തിയ മഹിയെ തൻ്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറയാതെ, അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ മഹിയെ തൻ്റെ ക്യാബിനിൽ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ് കണ്ണൻ ചെയ്യുന്നത്. കണ്ണൻ്റെ ഈ പെരുമാറ്റം മഹിയുടെ മനസ്സിനെ വല്ലാതെ തന്നെ ഉലച്ചു കളയുന്നുണ്ട്. മഹിയുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെ ലേഖയും കണ്ണനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ലേഖയോടും ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ടാണ് കണ്ണൻ പെരുമാറുന്നത്. മഹിയുടെ ഈ അവസ്ഥയിൽ അവളെ വേദനിപ്പിക്കരുതെന്നും അത് നമ്മളെല്ലാവരും ആറ്റുനോറ്റു കാണാൻ കാത്തിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പോലും ബാധിക്കുമെന്നെല്ലാം ലേഖ പറയുന്നുണ്ടെങ്കിലും ലേഖയെയും ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയാണ് കണ്ണൻ. ഇതേ സമയം കരുണയ്ക്കാണെങ്കിലും കണ്ണനെല്ലാം അറിഞ്ഞു കാണുമോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. വാമനയോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ എങ്കിൽ ഇനി നമ്മൾ കാണലുണ്ടാവില്ല എന്നും കണ്ണനെല്ലാം അറിയുന്നതിന് മുൻപ് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും വാമൻ പറയുന്നു. ഇതേ സമയം അനന്തു വാമനെ വിളിച്ചിട്ട് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വാമൻ അനന്തുവിനെ കാണാനായിട്ട് എത്തുന്നു. എന്തിനാ അനന്തു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് വാമൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ നല്ലവനായി എന്ന് വിശ്വസിച്ചാണ് എല്ലാ സത്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞത്. എന്നിട്ട് മഹിയെയും കണ്ണനെയും തമ്മിൽ തെറ്റിക്കാൻ കിട്ടിയ ഒരു അവസരം വന്നപ്പോൾ നിങ്ങളത് ശരിക്കും മുതലെടുത്തു അല്ലേ എന്ന് അനന്തു ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെയാണ് അനന്തു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വാമൻ പറയുമ്പോൾ, നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ണനെ അറിയിച്ചു അല്ലേ എന്ന് തുറന്നടിച്ച് ചോദിക്കുകയാണ് അനന്തു. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അനന്തു. ലക്ഷ്മിയോടൊപ്പം പോയി തിരിച്ചു വന്നത് മുതൽ അവൻ്റെ മാറ്റം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ അവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് എനിക്കും സംശയമുണ്ടെന്ന് വാമൻ പറയുന്നുണ്ട്. അവനെല്ലാം അറിഞ്ഞോ എന്ന് ഉറപ്പ് കിട്ടാതെ അവനോടൊന്നും തുറന്നു ചോദിക്കാനും നിവൃത്തിയില്ല എന്ന് അനന്ത് പറയുന്നുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ മഹിയോട് അവൻ അങ്ങനെയൊന്നും പെരുമാറില്ല. കണ്ണനെ കാണാൻ ചെന്ന മഹിയെ അവൻ ആട്ടിയിറക്കി വിടുകയാണ് ചെയ്തത്. ഏതായാലും കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതാപൻ നോർമലായാൽ കണ്ണൻ പിന്നെ അയാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അനന്ത് പറയുന്നത് കേട്ട് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ വാമന്. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ ഇനി ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ നാവിൽ നിന്നും ഒരിക്കലും കണ്ണൻ സത്യം അറിയാൻ പാടില്ല. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടനെ അയാളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടണമായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നില്ല. അത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണെന്ന് അനന്ത് പറയുന്നുണ്ട്. കണ്ണൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പ്രതാപൻ വിളിച്ചു പറയാൻ പോകുന്നത് എൻ്റെ പേരായിരിക്കും. അതറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ മാത്രമല്ല, ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഇവൻ പോലും എൻ്റെ നേരെ കല്ലെറിയുമെന്ന് സ്വയം പറഞ്ഞ് പേടിക്കുകയാണ് വാമൻ. ഇതിനിടയിൽ ഉണ്ണിക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അന്ന് നിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പോയതിന് ശേഷം അയാൾക്ക് എങ്ങനെയുണ്ട്? ഞാനും അമ്മയും പലതവണ അങ്ങേരെ കാണാൻ ഇറങ്ങിയപ്പോഴൊക്കെ നീ ഞങ്ങളെ വിലക്കി. ഇന്ന് നമുക്ക് അയാളെ കാണാനൊന്ന് പോയാലോ എന്ന് ആ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഉണ്ണി ചോദിക്കുമ്പോൾ കരുണ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അയ്യോ, അത് വേണ്ട ഉണ്ണിയേട്ട. അച്ഛൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ഉണ്ണിയേട്ടനെന്നല്ല ആർക്കും കേട്ട് നിൽക്കാൻ പറ്റില്ല. ഏതായാലും അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് കരുണ പറയുന്നു. ഇതേ സമയം അത് കേട്ടുകൊണ്ട് കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണനിപ്പോൾ സത്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കാണുന്നതിൽ നിന്നും നീ എന്തിനാ കരുണ അവനെ വിലക്കുന്നത്? നിൻ്റെ അച്ഛനെ ഉണ്ണി കണ്ടെന്ന് വെച്ച് ഭൂകമ്പം എന്തെങ്കിലും നടക്കുമോ? അയാളുടെ മരുമകനല്ലേ ഉണ്ണി. അയാൾ എന്ത് പറയുമെന്ന് ഏകദേശം ഒരു ധാരണ ഉള്ളതുകൊണ്ട് അതൊന്നും അവൻ കണക്കിലെടുക്കില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കരുണ വീണ്ടും ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. കണ്ണൻ്റെ ആ വാക്കുകളിൽ നിന്നെല്ലാം കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കരുണയുടെ ഉള്ളിൽ വീണ്ടും ബലപ്പെടുന്നു. ഏതായാലും പ്രതാപനെ കാണാനായിട്ട് കരുണ സമ്മതിക്കാത്തത് ഉണ്ണിയിൽ വീണ്ടും സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഇവളെന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്. ഇവളറിയാതെ അത് കണ്ടെത്തണമെന്നെല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ് ഉണ്ണി ചെയ്യുന്നത്. ഇതേ സമയം കണ്ണനാണെങ്കിൽ അയാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് നോർമലാവട്ടെ, എന്നിട്ട് വേണം എല്ലാ തെളിവുകളോടും കൂടി പൂട്ടാനെന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് വാമൻ സീമന്തിനിയോട് അനന്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന സീമന്തിനി, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ പ്രതാപന് എത്രയും പെട്ടെന്ന് നല്ല ചികിത്സ കൊടുത്ത് അയാളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അയാൾ വിളിച്ചു പറയും. കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരനായത് നിങ്ങളാണെന്നെങ്ങാനും കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജയിലിൽ കഴിയാം. 20 വർഷം മുൻപ് നടന്ന കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണ്ണൻ തന്നെ കോടതിയിൽ വാദിച്ച് നിങ്ങൾക്കുള്ള ശിക്ഷ വാങ്ങിത്തരും എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ സീമന്തിനി. പ്രതാപനാണ് വിശ്വനാഥനെ ലോറി ഇടിപ്പിച്ച് കൊന്നതെന്ന് കണ്ണൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, എൻ്റെ പേര് ഒരിക്കലും അവൻ്റെ നാവിൽ നിന്നും വരാൻ പാടില്ല. ഞാനായിട്ടുണ്ടാക്കിയത് ഞാൻ തന്നെ തീർക്കുന്നുണ്ടെന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്.
പിന്നീട് വാമൻ കരുണാലയത്തിൽ എത്തുന്നു. ഇതേ സമയം പ്രതാപനാണെങ്കിൽ വിശ്വനാഥൻ്റെ ആത്മാവിനെ കണ്ടിട്ടെന്ന പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകളെയും കൂട്ടിയാണ് വാമദേവൻ എത്തിയിരിക്കുന്നത്. എന്നിട്ട് പ്രതാപൻ്റെ വായിൽ ടേപ്പ് ഒട്ടിക്കുകയും അയാളുടെ കൈകൾ കൂട്ടിക്കെട്ടുകയും എന്നിട്ട് കാറിലിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും സ്വന്തം അച്ഛന് ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനായിട്ട് കരുണയ്ക്കാവില്ല. സത്യം പുറത്താവാതിരിക്കാനായിട്ട് വാമൻ പ്രതാപനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും കർണനോട് അല്ലെങ്കിൽ മഹാലക്ഷ്മിയോട് തുറന്നു പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്